പിടിക്കല്ലേ? കണ്ടോ കണ്ടോ, ആളുകൾ പണിക്കർ സാറിനെ നോക്കുന്ന കണ്ടോ? ഇതാ പറഞ്ഞത് വലിയ പണക്കാർക്ക് ജോഗിങ് നിർബന്ധമാണെന്ന്. വന്നേ സാർ, ഇത് നമ്മുടെ പുത്തൻ പണക്കാരൻ പണിക്കരല്ലേ? കക്ഷിക്ക് വട്ടാണെന്നാ തോന്നുന്നത്. ആ ചെക്കനെ ഒന്ന് കൊടുത്തേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി സാർ. സാറിന് ബ്ലഡ് പ്രഷറോ പ്രമേഹമോ ഉണ്ടോ? ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഒന്നുമില്ല. കളഞ്ഞ്. ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം. വലിയ വലിയ പണക്കാർക്ക് വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഒരു വെയിറ്റ്? സൊസൈറ്റിയിൽ ഒരു സ്ഥാനം വേണ്ടേ? ഞാൻ ഓർത്തില്ല, ഗണപതി ആളൊരു കൊച്ചു മിടുക്കൻ തന്നെ. സാറ് നോക്കിക്കോ, ഒരു മാസത്തിനകം ഞാൻ സാറിന് ഒരു ലെവലാക്കും. ടോപ്പ് ലെവലാക്കും, ഹൈ ലെവൽ. സാർ വരണം. ഇംഗ്ലീഷ് ക്ലാസ് 2 ആഴ്ചയ്ക്കാണ് തുടങ്ങും. ഒരു മാസം കൊണ്ട് ഞാൻ സാറിന്റെ മണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. പിന്നെ അറബി, ഉറുദു. ഈ പന്നിയുടെ അഹങ്കാരം മാറ്റണം. അവർ 2 പറഞ്ഞേ. അത് ഇപ്പൊ തന്നെ പറയണോ അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയണോ? ഞാൻ ഭയങ്കര ചെറ്റ, എനിക്ക് പ്രശ്നമില്ല. പറയുന്നു. ഡ്രൈവർ, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ തലമുണ്ട ഞാൻ ചവിട്ടി പൊട്ടിക്കും മരപ്പെട്ടി. ഇന്നലത്തെ പോലെയല്ല ഇന്ന് ഞാൻ. നിനക്കൊരു സംശയം തോന്നിയേക്കാം എനിക്കിതാരെങ്കിലും പറഞ്ഞു തന്നാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല, എനിക്ക് സ്വയം തോന്നിയതാണ് ഡ്രൈവറെ. മനസ്സിലായോ? മനസ്സിലായി. വേഷം കെട്ട് വേണ്ടട്ടോ. പോരെ ഇതുപോലെ. പിന്നെ നാളെയാണ് കമലാസനം വരുന്നത്. ഡയറി നോട്ട് ചെയ്തിട്ടുണ്ട്. കാർത്തിയാനി വീട്ടിലുണ്ടെങ്കിൽ കല്യാണാലോചന കലങ്ങി. സാറ് ധൈര്യമായിരിക്കണം. അമ്മച്ചി അല്ല മിസ്സിസിനെ ഒഴിവാക്കാൻ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് രാവിലെ അമ്മച്ചി ചെറുക്കന്റെ കൂടെ ഷോപ്പിങ്ങിന് അയക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാർ കയറിക്കട്ടെ. ഡ്രൈവർ, വണ്ടി എടുക്കൂ.